മാഞ്ചസ്റ്ററിൽ നിന്നുള്ള വീഡിയോകൾ പങ്കുവച്ചപ്പോൾ തനിക്കെതിരെ കുറെ നെഗറ്റീവ് കമന്റുകൾ വന്നിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നു. ഈ കമന്റുകളെല്ലാം ലക്ഷ്മി ശ്രദ്ധിക്കുകയും ചെയ്തു. പുതിയ ബ്ലോഗിൽ അത്തരത്തിൽ കമന്റുകൾ കുറിച്ചവർക്ക് താരം കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. തന്റെ വസ്ത്രാധാരണമാണ് ചിലരെ ചൊടിപ്പിച്ചതെന്ന് ലക്ഷ്മി പറയുന്നു. ആരുടെയും ചെലവിലല്ല ജീവിക്കുന്നത് എന്നതുകൊണ്ട് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുമെന്നാണ് ലക്ഷ്മി പറയുന്നത്. വയസ്സിനനുസരിച്ച് വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നും ലക്ഷ്മി ചോദിച്ചു. പതിവായി കമന്റ് ബോക്സിൽ ഇത്തരം നെഗറ്റീവ് കമന്റുകൾ ഇടുന്നവരെ തനിക്കറിയാമെന്നും അത്തരക്കാർക്ക് മറുപടി കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ലെന്നും ലക്ഷ്മി പറയുന്നു. ഇത്തവണ മാഞ്ചസ്റ്ററിലേക്ക് നടന്നത് ഷോർട്ട് ട്രിപ്പായിരുന്നു. പോകാനും വരാനും എല്ലാം അടക്കം ഒരു 13 ദിവസമാണ് എടുത്തത്. അതിനുള്ളിൽ ഞാൻ ഒരു 7 വീഡിയോ എടുത്തു. അതെന്റെ വിജയമായി കാണുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അവിടെ ചെന്നാൽ ഞാൻ അവിടുത്തെ രീതിയിലാകും വസ്ത്രം ധരിക്കുന്നത്. കുറെ നെഗറ്റീവ് കമന്റുകൾ കണ്ടു, ആളുകൾ അങ്ങനെയൊക്കെ ഇടുന്നത്. മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്ന കമന്റുകളാണെന്ന് എനിക്കറിയാം. അവരിൽ ചിലർ സ്ഥിരമായി കമന്റുകൾ ഇടുന്നവരുമാണ്. മണ്ടൻ കമന്റുകളാണ് ഏറെയും വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞാണ് കമന്റുകൾ. തുടരെ തുടരെ ഞാൻ തുടയിൽ തൊട്ടുകൊണ്ടിരിക്കുന്നതിനിടെ ഇതിനെക്കുറിച്ച് ചിലർ കമന്റ് ഇട്ടുകൊണ്ട്, അത് ഈ അടുത്ത എനിക്ക് വന്ന ശീലമാണ്. വീഡിയോ കണ്ടപ്പോൾ എനിക്കും ആ മാനറിസം അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വസ്ത്രധാരണം അത് ഓരോരുത്തരുടെയും മൗലിക അവകാശമാണ്. നമുക്ക് അത് ധരിക്കുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിൽ തെറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഇടും. സാരി എങ്ങനെ ഉടുക്കണമെന്നും ഒക്കെ എൻ്റെ ഇഷ്ടമാണ്. പണ്ട് മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ അല്പം വണ്ണം വച്ചു എന്ന് മാത്രം. യാത്ര ചെയ്യുമ്പോൾ വെസ്റ്റേൺ വെയറുകളാണ് ഉപയോഗിക്കുന്നത്. സമ്മർ ആയാൽ മാഞ്ചസ്റ്ററിൽ എല്ലാവരും ചെറിയ വസ്ത്രങ്ങളാണ് ധരിക്കുക. ആരും ബോഡി ഷെയിം ചെയ്യില്ല. മറ്റുള്ളവരുടെ വസ്ത്രത്തെ കാര്യമായി നോക്കുന്നവരുമല്ല. എന്റെ വീഡിയോ കാണുന്നവരിൽ ചിലർക്ക് ഇത്തരം വെസ്റ്റേൺ വെയറുകൾ ഇടാൻ താല്പര്യമുണ്ടാകും. പക്ഷെ പറ്റില്ലായിരിക്കും. മറ്റു ചിലർക്ക് അനുവാദം കിട്ടാത്തതുകൊണ്ട് ഇടാത്തതാകാം. പിന്നെ ചിലർ എന്റെ പ്രായത്തിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത്രയും വയസ്സായില്ലേ, ഇനി എന്തിനിങ്ങനെ വസ്ത്രം ധരിക്കുന്നു, നാണമില്ലേ, ഭർത്താവും മക്കളും ഒന്നും നിയന്ത്രിക്കാനില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സത്യത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് നാണമാവുന്നില്ലേ എന്നാണ് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത്. എല്ലാവരും അവനവന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരല്ലേ. ആരും ആരുടെയും ചിലവിലല്ല. സ്ലീവ്ലെസ് ഇടുന്നതൊക്കെ ഒരു ക്രൈമാണോ? വേറെ ആരുടെയും ഹാപ്പിനെസ്സിന് വേണ്ടിയല്ല താൻ വസ്ത്രം ധരിക്കുന്നതെന്നും കണ്ണാടിയിൽ നോക്കിയാൽ തനിക്ക് കോൺഫിഡൻസ് തോന്നിയാൽ ഞാനിടും. വയസ്സിനനുസരിച്ച് വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നും ലക്ഷ്മി നായർ ചോദിച്ചു. ഇത് നല്ല മറുപടിയാണെന്ന് തന്നെയാണ് ആരാധകരും പറയുന്നത്. കാരണം ഇത്രയും അങ്ങനെ കമന്റ് ഇടുന്നവർക്ക് ഇതൊരു ചുട്ട മറുപടിയാണ്. ലക്ഷ്മി നായർക്കെതിരെ നിരവധി കമന്റുകൾ ഇടുന്നവർ ഇനി ഈ കമന്റുകളൊക്കെ നിർത്തണമെന്നും ആരാധകർ പറയുന്നു. മകൾ പാർവതിക്കും കുടുംബത്തിനുമൊപ്പം സമയം ചിലവഴിച്ച ശേഷം കുറച്ചു ദിവസം മുൻപാണ് പാചക വിദഗ്ധയും നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അവതാരകയും വ്ലോഗറും ഒക്കെയായ ലക്ഷ്മി നായർ മാഞ്ചസ്റ്ററിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഇടയ്ക്കിടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മകളുടെ അടുത്തേക്ക് പോകുന്നത് ലക്ഷ്മി നായരുടെ ഒരു പതിവാണ്. അവിടെ ചെന്ന് മകൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും കുട്ടികളെയൊക്കെ നോക്കുകയും എല്ലാവരെയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ഒരു അവധി ആഘോഷിച്ച് കഴിഞ്ഞ പോലെയാണ് ലക്ഷ്മി നായർ തിരികെ എത്തുന്നത്. ഓണം അടുത്തതിനാലാണ് അധിക ദിവസം മകൾക്കൊപ്പം ചിലവഴിക്കാതെ ലക്ഷ്മി തിരികെ പോകുന്നത്.